ചോസൻ ടി വിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രിയ ദേവദാസനാണ്. ഇമ്മാനുവൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സെൻറ്ററിൻ്റെ ഫൗണ്ടറും ഡയറക്ടറും ഒക്കെ ആയിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിഷപ്പ് റവറൻ ഡോക്ടർ എലവട്ട എബ്രഹാം സാറാണ്. ഇന്ന് നമ്മൾ തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ചതും താൻ കടന്നുപോയതും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതുമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മളിന്ന് നോക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരും, ഒരു വഴികാട്ടിയായി തീരും എന്നതിന് ഒരു മാറ്റവുമില്ല. ബഹുമാനപ്പെട്ട സാറിനെ ചോസൻ ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. തുടർന്ന് നമ്മുടെ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ്. ചോസൻ ടി വിയിലെ പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സാറിൻ്റെ ആ ഒരു ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കും കേൾക്കുന്നവർക്കും ആ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും, ഒരു പ്രചോദനമായി തീരുമെന്നതിന് ഒരു മാറ്റവുമില്ല. സാറിൻ്റെ ആ ഒരു ആദ്യ നാളുകൾ, ആ ഓർമ്മ വെച്ച കാലം മുതലുള്ള ചെറുപ്രായം, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ജനിച്ചത്, വളർന്നത്, ജീവിത സാഹചര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ പേര് ഇളവട്ട എബ്രഹാം. ജനിച്ചത് സിതത്തോട്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള സിതത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 10ാം ക്ലാസ് വരെ പഠിച്ചതും അവിടെയാണ്. ഞാൻ തെങ്ങുതോട്ട കുടുംബത്തിൽ ഉള്ള ശാഖ ഇളവട്ട കുടുംബത്തിലെയാണ്. ഞാൻ മാതാപിതാക്കന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യകാലത്തെ സമയങ്ങളാണല്ലോ. പിതാവ് കൂലിവേല ചെയ്തൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സിതത്തോട് ഹൈസ്കൂളിൽ ചെയ്തു. അതിനുശേഷം ജീവിതത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രാജുവേറ്റ് ആകുക എന്നുള്ളത്. അതിനുവേണ്ടി വളരെയധികം ശ്രമിച്ചെങ്കിലും ഫലിക്കാത്ത സിറ്റുവേഷനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ ആകാംക്ഷയോടെ ഞാൻ ബാംഗ്ലൂരിലെത്താൻ എൻ്റെ ഒരു ബന്ധു മൂലമായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ എത്തുന്നത്. കാരണം ജീവിതത്തിൻ്റെ ആഗ്രഹത്തെ സബലീകരിക്കാനുള്ള ഒരു നല്ല സ്ഥലത്തേക്കാണല്ലോ പോകുന്നതെന്നുള്ളൊരു വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും സാഹചര്യങ്ങളുടെ മുൻപിൽ അതെനിക്ക് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞില്ല. ജീവിതം വളരെ നിരാശയിലേക്ക് മാറി. ഒടുവിൽ 1979 ഞാൻ ട്രെയിനിൻ്റെ കീഴിൽ തല വെച്ച് മരിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. അപ്പോൾ ഞാനിരിക്കുന്ന ആ മുറിയിൽ അന്ന് എങ്ങും പോകാതെ വളരെ ചിന്താവിഷനായി ഇമോഷണലായിട്ട് സമയം തീർക്കുകയാണ്. 5 മണിക്ക് വരുന്ന ട്രെയിനിൻ്റെ പ്രതീക്ഷയിൽ. അപ്പോൾ ഒരു 4 മണിയോട് അടുക്കാറായപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മരണം മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, അതുകൊണ്ടൊരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വയ്ക്കാം എന്ന് വിചാരിച്ചു. ആത്മഹത്യക്കുറിപ്പ് എഴുതാൻ വേണ്ടി പേപ്പർ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഇരുന്ന ബൈബിളിൻ്റെ അടിയിലായിരുന്നു പ്ലെയിൻ പേപ്പർ ഇരുന്നത്. അപ്പോൾ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ കയ്യിലെടുക്കുകയും അപ്പോൾ ഒരു ശബ്ദം മുകളിൽ നിന്ന് കേൾക്കുകയുണ്ടായി. എൻ്റെ മകനെ അത് തുറന്ന് വായിക്കാൻ. ആദ്യം കേട്ടപ്പം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അത്ര ഒരു ഭക്തനായ മനുഷ്യനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ചെറുപ്രായമായതുകൊണ്ട് ഇതിനെപ്പറ്റി ഒത്തിരി കേട്ട് കഴിവി പോലും ജീവിതത്തിലില്ലായിരുന്നു. ഞാൻ ആ ബൈബിൾ അവിടേക്ക് തന്നെ വെച്ചിട്ട് കഥ തുറന്ന് നോക്കി ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ എന്ന്. ആരും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ മാനസികമായിട്ട് അങ്ങനെ തോന്നിയതായിരിക്കാം. പെട്ടെന്ന് എഴുതിയിട്ട് പോയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാകും. അതുകൊണ്ട് വീണ്ടും എഴുതാൻ വേണ്ടി പേപ്പർ എടുക്കാൻ ബൈബിൾ കയ്യിലേക്ക് പോവുകയും പെട്ടെന്ന് വീണ്ടും അതേ ശബ്ദം എൻ്റെ മകനെ തുറന്ന് വായിക്കാൻ. ബൈബിളിൻ്റെ ഭാഗം എവിടെ നിന്ന് വായിക്കണമെന്ന് അറിയില്ല. ഞാനിങ്ങനെ തുറന്നപ്പോൾ കിട്ടിയത് സഭാപ്രസംഗയുടെ പുസ്തകം 7ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അതിനീതിമാനായിരിക്കരുത്, അതിദുഷ്ടനുമായിരിക്കരുത്, നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു, അതിനീതിമാനായിരിക്കരുത്, മൂഢനായിരിക്കുകയും അരുത്, സമയത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു. ആ 2 ചോദ്യം, നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു, സമയത്തിന് മുൻപേ നീ എന്തിനു മരിക്കുന്നു, ഈ 2 ചോദ്യം എന്നെ ആഴമായി സ്പർശിക്കുകയുണ്ടായി. അതിന് താഴെയുള്ള വാക്യത്തിൽ നീ ഇത് പിടിച്ചുകൊണ്ടാൽ നന്ന്, ഇതെങ്കിൽ നിൻ്റെ കൈ വലിച്ചു കളയരുത്, ദൈവഭക്തനായ പുരുഷനവേ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകും. നീ ഇത് പിടിച്ചുകൊണ്ടാൽ നന്ന്. ആ വാക്യത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് മുഴങ്കാലം മടക്കി ഒരു വാചകത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെ എടുത്ത് നടത്തണമേ എന്ന്. ആ പ്രാർത്ഥന കഴിഞ്ഞത് ആ റൂം മുഴുവൻ വലിയൊരു പ്രകാശത്തിലേക്ക് മാറി. ഞാൻ അതിനുശേഷം എത്ര നേരം അവിടെ ഇരുന്ന് എനിക്കറിയത്തില്ല. ട്രെയിനിൻ്റെ സമയത്തിനെ പറ്റിയുള്ള ചിന്ത മറന്നുപോയി. ഞാനെന്തോ ഒരു
ഒരു ഉന്നത സ്ഥാനത്തിലെത്തിയ പോലെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ റൂം മുഴുവൻ വളരെയധികം പ്രകാശകരമായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുവാൻ എനിക്ക് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അതിൽ കൂടെയാണ്. ദൈവജനത്തിൻ്റെ മഹത്വം എത്രമാത്രം വലിയതെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കിട്ടിയ ഒരു വലിയൊരു സന്ദർഭമായിരുന്നു അത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെറു പ്രായം, അല്ലെങ്കിൽ ഒരു 17-18 വരെയുള്ള വയസ്സിലുള്ള ജന്മം ഈ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുണ്ടായിരുന്ന മാർഗവും അതായിരുന്നു. ആ ഒരു സമയത്ത് ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു സപ്പോർട്ട് ചെയ്തതും? അതിനുശേഷം ഞാൻ ചർച്ചുമായിട്ട് അവിടെയുള്ളൊരു പെന്തക്കോസ്റ്റ് ചർച്ചുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് എല്ലാവർക്കും അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആ സഭയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എതിർപ്പുകൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് തുടർ പഠനം എങ്ങനെയൊക്കെ ആയിരുന്നു? എവിടെയൊക്കെ? തുടർന്ന് പഠിക്കാൻ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നെങ്കിലും പെട്ടെന്ന് എനിക്ക് ടെമ്പററി ആയിട്ട് പോസ്റ്റ് ഓഫീസ് ജോലി കിട്ടാനിടയായിത്തീർന്നു. പിന്നീട് അത് പെർമനൻ്റ് ആകുവാനായിട്ടും ഇതായി. എന്നാൽ ഞാൻ പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിച്ചത് പോസ്റ്റ് ഓഫീസ് ജോലി ചെയ്യാനായിട്ടല്ല, പിന്നെയോ എന്നെപ്പറ്റി കേൾക്കപ്പെടാത്ത ജനങ്ങളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കാൻ. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. കാരണം വളരെ ബുദ്ധിമുട്ടിന് ശേഷം ഒരു ജോലി കിട്ടി. അപ്പോൾ ദൈവം പറഞ്ഞത് ഇത് വിട്ടിട്ട് പോകാൻ. അതിനെനിക്ക് മനസ്സിലാതെ ഞാനും ദൈവമായിട്ടുള്ളൊരു മൽപ്പിടുത്തമായിരുന്നു അടുത്തൊരു 3 വർഷക്കാലം. വീണ്ടും ആ ദൈവസ്നേഹം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനമായി ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. അത് വീണ്ടും കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ചും വളരെ എതിർപ്പിന് കാരണമായി തീർന്നു. കാരണം ഇതിൽ വെച്ചിരുന്ന പ്രതീക്ഷ, വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്, ഞാനാണ് വീട്ടിലെ ഏറ്റവും മൂത്തത്. അപ്പോൾ ആ പ്രതീക്ഷിതമായ ഒന്ന്, ഞാൻ വിശ്വാസത്തിൽ നിന്ന് മാറി, 2 കിട്ടിയ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, വീട്ടിൽ നിന്ന് ആരിൽ നിന്നും അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയ ഒരു സമയമായിരുന്നില്ല. അതിനുശേഷം ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തെ അതിനുവേണ്ടി സമർപ്പിക്കാതെയായി. ഒടുവിൽ ദൈവനെ ഒരു പരീക്ഷയ്ക്ക് കടത്തി വിട്ട് ഞാൻ ആസ്മാരോഗിയായിട്ട് മാറി. ആസ്മാരോഗി എന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യന് കിട്ടുന്ന അവസ്ഥയിലേക്ക് അങ്ങ് മാറി. അപ്പോഴെനിക്കൊരു 18-19 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം പലപ്പോഴും സീരിയസ് ആയി. ഒരു ദിവസം ഞാൻ വളരെ സീരിയസ്, മരണത്തോടടുത്ത് എൻ്റെ കൂടെ താമസിക്കുന്ന റൂംമേറ്റും അയൽവാസികളും ചേർന്നതിനെ, അന്നൊക്കെ ബാംഗ്ലൂരാണെങ്കിലും അത്രമാത്രം വലിയ സൗകര്യമുള്ള സമയമായിരുന്നില്ല, അവർ സൈക്കിളിൽ എന്നെ ഇരുത്തി ആശുപത്രി കൊണ്ടുപോയി. എന്നെ എപ്പോഴും നോക്കുന്ന ഡോക്ടറെ അടുത്ത് ചെന്നു. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇനി ഈ പയ്യന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്ത് 3 ദിവസത്തെ അഡ്മിറ്റ് ചെയ്ത് ഇത് തന്നു. അപ്പോൾ ആ ഡോക്ടറിന് അന്ന് ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്ത ഇഞ്ചക്ഷനെ പറ്റി അദ്ദേഹത്തിന് വലിയൊരു ബുദ്ധിമുട്ട് തോന്നി. ഇത്ര ചെറുപ്രായത്തിൽ ഈ ആൻറ്റിബയോട്ടിക് തരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് പറയുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പറയുണ്ടായി, ഇനി ഈ പയ്യന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന്. ആ വാക്കെന്നെ ഒത്തിരി സ്പർശിച്ചു. അതിനുശേഷം ഞാൻ റൂമിൽ വന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഹാഫ് ഡേ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എന്നോട് എന്ത് സംസാരിച്ച് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അന്നത്തെ ദിവസം ദൈവം ഇടപെട്ടത് യെശയ്യാവിൻ്റെ പുസ്തകം 48 അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ, നീ എൻ്റെ വാക്കുകളെ കേട്ട് അനുസരിക്കുന്നെങ്കിൽ നിൻ്റെ സമാധാനം സമുദ്രത്തിൻ്റെ തിരകളെ പോലെ ആകുമായിരുന്നു. ആ ഇത് എന്നെ വളരെ സ്പർശിച്ച് അന്നേ ദിവസം ഞാൻ ജോലി ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ പാസ്റ്റർ എടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഒരു ട്രെയിനിങ് കിട്ടുന്നിടത്തേക്ക് എന്നെ അയക്കണമെന്ന്. അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു അഡ്വൈസും വേണ്ട, എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ചേർക്കാൻ പറ്റുമോ? ഒടുവിൽ അദ്ദേഹം പെട്ടെന്ന് തുണി മാറിയിട്ട് എന്നെ കൊണ്ടുപോകുന്നത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ ഓഫീസിലേക്കാണ്. ഒ എം നല്ലൊരു ട്രെയിനിങ് കൊടുക്കുന്ന സെൻ്ററാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഒ എമ്മിൽ പോയി. ഒ എമ്മിൽ ചേർന്നപ്പോഴും ദൈവം എൻ്റെ ആ വിളിയെപ്പറ്റി വീണ്ടും വീണ്ടും എന്നെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷം കേൾക്കപ്പെടാത്ത ഇടയിലേക്ക് പോയി പ്രവർത്തിക്കുക. അപ്പോൾ അതിനുവേണ്ടി പിന്നീട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്രണ്ട്സ് മിഷണറി പ്രെയർ ബാൻഡ് മൂലം തമിഴ്നാട്ടിൽ സേലത്ത് നടത്തുന്ന
ട്രെയിനിങ് സെൻറ്ററിൽ പോയി അവിടെ 18 months ട്രെയിനിങ്. അപ്പം ഞാൻ വയമ്മിൽ 1 വർഷമേ വർക്ക് ചെയ്തു. എന്നാലും ഇന്നും അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ 18 മാസം മിഷണറി ട്രെയിനിങ് എടുക്കാനിടയായി. അവിടെ നിൽക്കുമ്പോൾ ആ ട്രെയിനിങ് എല്ലാം തീരാറായ സമയത്ത് ആരോ അവിടെ വന്നിട്ട് ഭയങ്കര ഒരു മിഷൻ ചലഞ്ച് പറയുകയുണ്ടായി. ബീഹാർ എന്ന് പറഞ്ഞാൽ മിഷണറിമാരുടെ ശവപ്പറമ്പാണ്. അത് സുവിശേഷം കേൾക്കപ്പെടാത്തതുകൊണ്ടാണ് അത് ശവപ്പറമ്പായി കിടക്കുന്നത്. എന്നാൽ ആര് ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കും, ആര് അവിടേക്ക് പോകും, അത് വലിയൊരു ചലഞ്ചായിരുന്നു. അങ്ങനെ ഞാൻ ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ബീഹാറിലേക്ക് പോകാനല്ല, ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ആ ട്രെയിനിങ് കഴിഞ്ഞ് തീരുന്നതിന് മുമ്പായിട്ട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു, നീ ബീഹാറിലേക്ക് പോവുക എന്ന്. അങ്ങനെ FMB മൂലമായിട്ട് ഞാൻ UP ഝാൻസി വന്നു. ഝാൻസിയിൽ വന്നതിന് ശേഷം 13 മാസം ഞാൻ അവരുടെ ഓഫീസിൽ, ഹെഡ് ഓഫീസ് അവിടെയായിരുന്നു, മെയിൻ ഓഫീസ്, അവിടെ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ട്രെയിനിങ് ഡോക്ടർ അഭിനേശ്വർ സുന്ദർരാജ്, ഡോക്ടർ ദേവദാസൻ, ഇവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ദേവദാസന്മാർ, അവരെനിക്ക് ഒരുപാട് എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് തരികയുണ്ടായി. പിന്നീട് ഞാൻ ബീഹാറിലേക്ക് വന്നു. ബീഹാറിൽ വന്ന് അതിന് ശേഷം 1 വർഷത്തിന് ശേഷം ബീഹാറിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സിറ്റുവേഷനായി. യോനെ പോലെ ഞാനിത് ബീഹാർ വിട്ടിട്ട് UP ഓടിപ്പോയി. അവിടെ ചെന്ന് വീണ്ടും ദൈവാത്മാവ് ഇടപെട്ടു, ഞാൻ നിന്നെ അയച്ച സ്ഥാനത്തല്ല നീ അവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, കർത്താവ്, ബീഹാറിൽ ഒറ്റ മനുഷ്യർ 1 വർഷം വർക്ക് ചെയ്തിട്ട് 1 മിനിറ്റ് പോലും സുവിശേഷം കേൾക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങളുടെ എന്ത് ചെയ്യാനും. അങ്ങനെ ആ 1 വർഷം തന്നെ കഠിനപ്പെട്ടൊരു വർഷമായിരുന്നു. വീണ്ടും ദൈവാത്മാവ് ഇടപെട്ടതനുസരിച്ച് ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്കൊരു പുതിയ ദർശനം താ, ഈ ജനങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെയാണ് ദൈവം ഒരു സ്കൂൾ തുടങ്ങാനുള്ള ദർശനം തന്നു. അപ്പം ഞാൻ വീണ്ടും UP നിന്നും FMB വിട്ട് വിശ്വാസത്താൽ വീണ്ടും ബീഹാറിൽ വന്ന് ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത്, അപ്പോഴേ എനിക്കുണ്ടായിരുന്ന വിശ്വാസമല്ല, യോഗ്യത 10ാം ക്ലാസ് പാസ്സായി കേരളത്തിൽ നിന്ന് 18 മാസത്തെ ബൈബിൾ ട്രെയിനിങ് ഉണ്ട്. ഇതല്ലാതെ സ്കൂൾ എന്തുവാണെന്നോ സ്കൂളിലെ ടീച്ചിങ് എന്തുവാണ്, അഡ്മിനിസ്ട്രേഷൻ എന്തുവാ, യാതൊരു അറിവില്ലാതെ ദൈവം തന്ന ദർശനം അനുസരിച്ച് ഞാനൊരു വാടക കെട്ടിടമെടുത്ത് സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. സ്കൂൾ ആരംഭിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിരോധം, ഇവർ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കും, മതം മാറ്റും. അത് വലിയൊരു ചലഞ്ചായിരുന്നു. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചു. അങ്ങനെ സ്കൂള് ആരംഭിച്ചു. 100 പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 140 പിള്ളേരെ 149 പിള്ളേരെ ആദ്യ വർഷം തന്നെ തന്നു. അങ്ങനെ സ്കൂൾ ഒരു സെൽഫ് സപ്പോർട്ടിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ആ സ്കൂളുകൾ എനിക്ക് കമ്മ്യൂണിറ്റിയിൽ, അപ്പോൾ അതുവരെ ഞാൻ ഒരു മിഷണറി ആയിട്ട് നിന്ന് ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് മാറിയപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമസ്തേ സാർ, വന്നാട്ട് സാർ എന്നുള്ള ആ ഒരു ഇതിൽ മിഷണറിയാക്കി ഒരു ഗ്ലാസ് വെള്ളം തരാത്ത ബീഹാറിൽ പ്രിൻസിപ്പളായി കഴിഞ്ഞപ്പോൾ അവരുടെ വീടുകളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായി. അത് എൻ്റെ ജീവിതത്തിന് വലിയൊരു മുഖാന്തരമായി മാറി. ഇന്ന് നമുക്ക് 5 സ്കൂളുണ്ട്, ഏകദേശം 3000 പിള്ളേരോളം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് 2 സിസ്റ്റർ കൺസേൺ ആയിട്ട് 2 സ്കൂളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു നല്ല ബീഹാറിൻ്റെ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു മെയിൻ കാരണമായി എന്നെ സമൂഹത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ ഒരു കാരണമായി തീർന്നത് ഈ മിഷൻ സ്കൂളാണ്. ആദ്യമായി ആ ഒരു ബീഹാറിലേക്ക് എത്തിയ ആ ഒരു സമയത്ത് പ്രധാനമായിട്ടും നേരിട്ട പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? കാരണം ഇത് കേൾക്കുന്ന പലർക്കും മിഷണറി ആയിട്ടും സുവിശേഷ പ്രവർത്തനത്തിനും ഒക്കെ ചെയ്യാനായിട്ട് നോർത്ത് ഇന്ത്യകളിൽ വയലുകൾ വിശാലമാണ്. ഒരിക്കൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒത്തിരി മേഖലകളുണ്ട്. അപ്പോൾ പുതിയതായിട്ട് അല്ലെങ്കിൽ ഒരു മിഷണറി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് അവർ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? 36 വർഷത്തിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താണ ജാതി ഉള്ള ഇതായിരുന്നു. അപ്പം നമ്മളെ സമൂഹത്തിൽ അവരോട് ഇരുത്തത്തില്ല, അവർ കുടിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം തരത്തില്ല, അവർ കുടിക്കുന്ന കപ്പി ചായ തരത്തില്ല. താണ ജാതിക്ക് വേണ്ടി വീടിന് പുറത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് കാണും, അതിനകത്ത് വെറുതെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കമത്തിയിട്ട് അടുത്ത വെള്ളം ഒഴിച്ച് തരികയാണ് സാധാരണ രീതി ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ബീഹാറിൽ എവിടെ ചെന്നാലും നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അവർ കുടിക്കുന്ന കപ്പി നമുക്ക് ചായ കിട്ടും. പിന്നെ ഞാൻ 10 വർഷം കാത്തതിന് ശേഷമാണ്, 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് 3 പേര് വിശ്വാസിയാണ്.
ആ 3 പേരും സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ എതിർപ്പ് ശക്തമായി. ഒരു ദിവസം രാത്രി മീറ്റിംഗ് നടത്തി. അന്നാണ് എൻ്റെ ഭാര്യയെ ആദ്യമായിട്ട് ആ മീറ്റിങ്ങിന് വന്നത്. അപ്പോൾ 3 പേർക്ക്, അപ്പോൾ ഭാര്യ കൂടെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ പെണ്ണുങ്ങൾ കൂടി, ഭർത്താക്കന്മാർ പുറകിരുന്ന് കേട്ട് 10-20 പേര് കൂടിയേ ആദ്യത്തെ വലിയ മീറ്റിംഗ് നടത്തുന്നത് ഒരു 11 വർഷത്തോളമായതിനു ശേഷം. അവിടുന്ന് ഞങ്ങൾ മീറ്റിംഗ് നടത്തി വരുമ്പോഴത്തേക്ക് വിശ്വാസ വിരോധികൾ എന്നെ എതിർത്തവർ 5 പേര് മുഖം മൂടിയായിട്ട് വഴി കാത്തിരിക്കുകയാണ് എന്നെ കൊല്ലാനായിട്ട്. അപ്പോൾ വഴിയിൽ വെച്ച് എന്നെ തടഞ്ഞു നിർത്തി ഇത്രയും വലിയൊരു കത്തിയെടുത്ത് എൻ്റെ വയറ്റത്തേക്ക് വയ്ക്കുകയുണ്ടായി. ഭാര്യ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ബീഹാറിൽ കൊതുകിനെ കൊല്ലുന്ന പോലെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആരും ചോദിക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത്, ഞാൻ കൽപ്പിച്ചു തരുന്നതിൻ്റെ തലയിൽ ഒരു മുടി പോലും താഴെ പോവുകയല്ലെന്ന്. അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് അവിടെയാണ്. 10 മിനിറ്റോളം കത്തി വയറ്റത്ത് വെച്ച് ഉമ്മാർ പീഡിപ്പിച്ചും ഇത് തർക്കിച്ചുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി നീ പ്രസംഗിക്കുകയല്ല എന്നവർ ഇത് ചെയ്തു, നിൻ്റെ അവസാനത്തെ പ്രസംഗം ഇന്ന് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് അവർ കയ്യിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം 2 വർഷത്തിനുള്ളിൽ കുറച്ചുകൂടെ ആൾക്കാർ വിശ്വാസം വന്നു. ഒരു സന്ധ്യാസമിതി ഞങ്ങളുടെ ഫാമിലിയായിട്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ സമയത്ത് ഒരു 6 ചെറുപ്പക്കാർ വീട്ടിലേക്ക് വന്നു. ഒരു വിധത്തിൽ ഞാൻ അവരെ പിടിച്ചിരുത്തി സംസാരിച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യനെ അവൻ്റെ പോക്കറ്റിൽ നിന്നും ചെറിയ റിവോൾവർ എടുത്ത് തോക്കെടുത്തിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ കറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ നേരക്ക് ഇങ്ങനെ തോക്ക് ചൂണ്ടി. അവൻ ബട്ടൺ അമർത്തുന്നുണ്ട്, പക്ഷേ ഈ ബട്ടൺ വർക്ക് ചെയ്തില്ല. ഒടുവിൽ അവൻ അപ്സെറ്റായിട്ട് അവനങ്ങ് ഇറങ്ങിപ്പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നവരും അവൻ ഇറങ്ങിപ്പോയി. ഞങ്ങൾ പെട്ടെന്ന് കഥ കടിച്ച് അങ്ങനെ ദൈവം ആ മരണത്തിൽ നിന്ന് അന്നത്തെ ദിവസം വിടുവിച്ചു. അടുത്ത ദിവസം ഈ തോക്ക് കാണിച്ചൊരു ആക്സിഡൻറ്റിൽ പെട്ട് കാലൊടിഞ്ഞ് വഴി കിടന്ന് അവനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള കൃപയും ദൈവം എനിക്ക് തന്നു. കഴിഞ്ഞ വർഷം അവൻ മരിച്ചു. അവൻ വിശ്വാസി വന്നില്ല. പിന്നീട് അവന് എന്നെ കാണുമ്പോഴൊക്കെയും നമസ്കാരം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൻ വിശ്വാസി വന്ന് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നടന്നില്ല. അവൻ്റെ കൂടെ വന്ന ജനങ്ങളെപ്പറ്റി ഇന്നും എനിക്കറിയത്തില്ല ആരൊക്കെയാണ്. ഏതായാലും ഇത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തെപ്പറ്റി പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഏറ്റവും അധികം വിശാലമായി കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാർ. ആകയാൽ കേരളത്തിൽ കിടന്ന് ഉന്തും തെളിവ് നടത്തി അവിടുന്ന് ഇവിടുന്നും വിശ്വാസികളെ ആ ചർച്ചയും തല്ലിപ്പൊട്ടിച്ച് വേറെ ചർച്ച തുടങ്ങുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് ബീഹാറിൽ സുവിശേഷം കേൾക്കുവാൻ വാഞ്ചയോടെ നിൽക്കുന്ന ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സുവിശേഷ വേല ചെയ്താൽ അനേക ആത്മാക്കളെ കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ ഇന്ത്യയിലെ 20% ജനങ്ങൾ UP-യിലാണ്, 10% ബീഹാറിലാണ്. ഇവിടുത്തെ 2 സംസ്ഥാനം ചേർന്ന് കഴിയുമ്പോൾ 30% ജനങ്ങൾ എന്ന് പറഞ്ഞാൽ 80 MP-മാർ UP-യിൽ നിന്ന്, 40 പേര് ബീഹാറിൽ, 120 MP-മാർ നമ്മുടെ പാർലമെൻറ്റ് എത്തുന്നത് ഈ 2 സംസ്ഥാനത്തിൽ നിന്നാണ്. ഈ സംസ്ഥാനത്തെ സുവിശേഷത്താൽ സുവിശേഷീകരിക്കേണ്ടതും സുവിശേഷത്തിൻ്റെ ആ വെളിച്ചം കൊടുക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. അത് നാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ദൈവിക പ്രവർത്തികൾ കാണാൻ സാധിക്കും. UP-യിൽ കുറച്ചുകൂടി എതിർപ്പ് കൂടുതലുണ്ടെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് സുവിശേഷത്തിന് അംഗീകരിച്ച് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആകയാൽ സുവിശേഷ വേലയ്ക്കുള്ള വഴികൾ വിശാലമാണ്, വാതിലുകൾ വിശാലമാണ്. പണ്ടത്തെ പോലുള്ള എതിർപ്പുകളോ ഇതൊന്നുമില്ല. ഒരു കുറച്ചൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് നോക്കിയാൽ എതിർപ്പുകൾ തുലോം കുറവാണ്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കിയാൽ പണ്ട് സുവിശേഷം അവർക്ക് കേൾക്കണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സുവിശേഷം കേൾക്കുവാൻ ആൾക്കാർ വളരെയധികം തൽപരരാണ്. ആകയാൽ ഈ നല്ല അവസരം ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒന്നുകിൽ പോകുക അല്ലെങ്കിൽ അയക്കുക. പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകണം. പോകാൻ പറ്റത്തില്ല എങ്കിൽ പോകുന്ന ആൾക്കാരോട് അവർക്കൊരു പിന്താങ്ങായി പ്രാർത്ഥിച്ചും അവരെ സാമ്പത്തികമായി സഹായിച്ചും താങ്ങാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 10 ദിവസം 15 ദിവസം വെക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്ന നിങ്ങളൊക്കെ ലീവ് എടുത്തിട്ട് ഈ മിഷൻ ഫീൽഡ് സന്ദർശിക്കാൻ വരണം. അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് അവിടെ അതിനുശേഷം ദൈവാത്മാവ് എങ്ങനെ നടത്തുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വെക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയങ്ങൾ കുടുംബമായിട്ട് വടക്കണ്ടിയിലേക്ക് വന്ന് ഏത് സഭയായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരും ആയിക്കോട്ടെ, അവരുടെ അടുത്തേക്ക് പോവുക. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിൽ
ചുമൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം പല രീതിയിൽ ദൈവിക പ്രവർത്തനത്തിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. അതിൽ നിന്ന് മാറിപ്പോകരുത്. ആ ദൗത്യത്തെ ഏറ്റെടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഇന്ത്യ മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. നമ്മളൊക്കെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അത് സബലീകരിച്ച് കാണണമെങ്കിൽ നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. നമ്മളതിലേക്ക് ചെയ്യണം. ചിലത് ചെയ്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചും ഫാമിലി എത്രത്തോളം മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആണ്, കുഞ്ഞുങ്ങൾ എത്ര പേര്, അവർ ജനിച്ച സമയത്തൊക്കെ ഉള്ള ആ ഒരു ചലഞ്ചസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എനിക്ക് ദൈവസഹായിച്ച് 2 കുഞ്ഞുങ്ങളാണ്. മോള് ഇന്ത്യയിൽ നിന്ന് NTSയിൽ നിന്നും BTH കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് 2 വർഷം അവിടുത്തെ തിയോളജിക്കൽ ട്രെയിനിങ് എടുക്കുവാൻ ദൈവം ഇടയാക്കി. അന്ന് ഞാൻ പറഞ്ഞു വിട്ടു, മോളെ അമേരിക്ക ചെല്ലുമ്പോൾ അമേരിക്കയുടെയൊക്കെ അട്രാക്ഷൻ വളരെ ആയിരിക്കും, എന്നാൽ മടങ്ങി വന്ന് ഇന്ത്യയിൽ സുശീകരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞു വിട്ട് അങ്ങനെ അവൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങി വന്ന് ഇപ്പോൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനിച്ചത് ഇവിടെ തന്നെയാണ്. വിവാഹം ബീഹാറിൽ വെച്ചായിരുന്നതോ? അല്ല, കേരളത്തിൽ വെച്ചായിരുന്നു. അല്ല, അത് ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ വെച്ച് വിവാഹം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മോന് MBA എടുത്തത് UK നിന്നാണ്. ആമസോണിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്നും ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ സുശേഷ വിലയ്ക്ക് ഇവിടെ താങ്ങലായിട്ട് അഡ്മിനിസ്ട്രേഷൻ അവൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ബാല്യകാലങ്ങൾ വളരെ ചലഞ്ചായിരുന്നു. നമുക്കിവിടെ സ്വന്തം സ്കൂളുണ്ടായിട്ട് പോലും ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടേണ്ടി വന്നു. മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇമെയിൽ വന്നു, നീ ഇവിടെ ഇല്ലാത്ത വിദേശത്തായിരിക്കുമ്പോൾ നിൻ്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് റേപ്പ് ചെയ്ത് കൊന്നുകളയും, നിൻ്റെ മകളെ നീ ജീവനോട് കാണുവാനിടയാകുകയില്ലെന്ന് പറഞ്ഞാണ് ഒരു ഇമെയിൽ കിട്ടുന്നത്. ഞാൻ അമേരിക്കയിൽ അങ്ങോട്ട് ചെന്ന സമയമാണ്. ഒരു സാഹിബിൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറാണ് തുറക്കുന്നത്. ഈ ഇമെയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും എന്ത് പറയണമെന്ന് അറിയില്ല. ഞങ്ങൾ മുഴക്കാലും മടക്കി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞങ്ങളുടെ ബോർഡ് ചെയർമാനോട് പറഞ്ഞ്, സമയമില്ലാത്ത സമയമായിരുന്നിട്ട് പോലും വളരെ നിർബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ട് ഗ്രേസ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടാനിടയായി. അങ്ങനെ കുഞ്ഞിനെ ഇവിടെ നിന്ന് മാറ്റിയാണ് അവളുടെ ജീവിതം രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം മോനും ഇതുപോലെ 8ാം ക്ലാസ്സിലായപ്പോൾ കിഡ്നാപ്പിങ്ങിൻ്റെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് അവനെ ഇവിടുന്ന് മാറ്റി കോയമ്പത്തൂരിലേക്ക് അയക്കേണ്ടി വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളാണെങ്കിലും ഈ സാഹചര്യത്തിൽ കൂടെ വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. സാമ്പത്തികം വളരെ ഞെരുക്കങ്ങളായിരുന്നെങ്കിലും കുഞ്ഞുങ്ങളുടെയൊക്കെ പഠന കാര്യത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് സഹായിച്ചു. അതുകൊണ്ട് 2 പേരും ഗ്രാജുവേഷനിലൂടെ പഠിക്കുവാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇന്ന് 2 പേരും കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കാൻ അവരെ സമർപ്പിച്ചു. അവിടെ ഇരിക്കുന്ന 2 പേരും വിവാഹം കഴിഞ്ഞു. മോൻ്റെ ഭാര്യ ഡെൻറ്റിസ്റ്റാണ്. അവളുടെ MDSൻ്റെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചാൽ അവളും വടക്കേ ഇന്ത്യക്ക് വന്ന് ഇവിടുത്തെ മിനിസ്ട്രിക്ക് ഒരു കൈത്താങ്ങലായിട്ട് മാറാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞാൽ പലർക്കും മക്കളെ അമേരിക്കയിലോ UK വിടുന്നത് വലിയൊരു അഭിമാനമായിട്ട് എടുക്കാറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 2 കുഞ്ഞുങ്ങളും ഇന്ത്യയിൽ നിന്ന് കർത്താവിന് വേണ്ടി ഒരു ചുമൽ കൊടുക്കുന്നത് ഒരു അഭിമാനമായി കാണുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇതുവരെ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ത്യയിൽ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രമാത്രം ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഇന്ത്യ വിട്ട് നമ്മുടെ അല്പജീവിത സുഖത്തിന് വേണ്ടി അമേരിക്കയിലോ UK പോയി ജീവിക്കുന്നതിനേക്കാളും വളരെ ഉത്തമം ഇന്ത്യയിൽ നല്ലൊരു ജോലി ചെയ്ത് ജോലിയോടൊപ്പം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് എത്രയോ ഉത്തമമാണ്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ എത്ര പേരെന്നോട് അത് യോജിക്കുമെന്നറിയില്ല. എന്നാൽ ഇന്ത്യയിൽ പൈസയുണ്ട്. നമ്മുടെ ഇതേ ബുദ്ധിയും കഴിവും വിദേശങ്ങൾ ഉപയോഗിക്കുന്ന അതേ കഴിവും ബുദ്ധിയും ഇന്ത്യയിൽ ഉപയോഗിച്ചാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കും. സുവിശേഷ വിലയ്ക്ക് കൈത്താങ്ങലായിട്ട് നിൽക്കാനും സാധിക്കും. വരും ദിവസങ്ങളിൽ വിദേശത്തെ ഫണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ നിന്ന് നമുക്ക് ആ ഫണ്ടുകൾ റേസ് ചെയ്യണം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തം ഫാക്ടറി നടത്തുന്നവരായി, സ്വന്തം കമ്പനി നടത്തുന്നവരായിട്ട് നല്ല നല്ല ജോലികളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങളായി തീരാൻ
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധികമായി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് ഇന്നത്തെ സഭയുടെ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ്. തീർച്ചയായിട്ടും പേരൻസ് എന്തായാലും ഇതിനെക്കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇന്ന് അന്യപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് മിനിസ്ട്രിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലേക്കും ഈ ഒരു സുവിശേഷത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഓരോ രക്ഷകർത്താവിന്റെയും കടമ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രിയ ദേവദാസന്റെ ചില പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ബീഹാറിന്റെ പ്രേക്ഷിത പ്രകാശം എന്നൊരു പുസ്തകം, അതുപോലെ തന്നെ വൈ ഡൈ ബിഫോർ യുവർ ടൈം, നിങ്ങളുടെ സമയത്തിന് മുമ്പ് എന്തിന് നിങ്ങൾ മരിക്കുന്നു, തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. ഈ ഒരു പുസ്തകങ്ങൾ എഴുതാനുള്ള സാഹചര്യം എന്താണ്, ഈ ഒരു പുസ്തകത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് എത്രത്തോളം അതൊരു ചലഞ്ചിങ് ആവും? ഞാൻ ബീഹാറിൽ വന്ന് 25 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സാക്ഷ്യം കേട്ട പല ആൾക്കാരും ചില നാളുകളായി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു പുസ്തകം എഴുതിയാൽ അനേകർക്ക് പ്രയോജനപ്പെടുമെന്ന്. അപ്പോഴങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി 25 വർഷത്തെ ജീവിതാനുഭവമാണ് ഈ പുസ്തകം. ഇത് 2ലും കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലെ പുസ്തകം വളരെയധികം അമേരിക്കൻ കാനഡ ദേശങ്ങളിൽ വളരെയധികം അനേകരെ സ്പർശിക്കാനായിട്ടായിത്തീർന്നു. അതുപോലെ മലയാളം ബുക്കുകളും പലരും ഉള്ളത് പറഞ്ഞ ഒരു സുവിശേഷ വേലക്കാരന് തന്നെ വേറെ പ്രസ്ഥാനത്ത് വർക്ക് ചെയ്യായിരുന്നതൊക്കെ വിട്ട് ഇന്ത്യനെ അറിയാൻ വയ്യാതെ വളരെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് എൻ്റെ പുസ്തകം അദ്ദേഹത്തിന് കൈ കിട്ടുന്നത്. ആ പുസ്തകം വായിച്ച് പൂർണ്ണമായിട്ട് വീണ്ടും ഒരു നല്ല തീരുമാനത്തേക്ക് എത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞാൻ അതിനുമുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് വളരെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തുവാൻ ദൈവം ഇടയാക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പുസ്തകവും അനേകരുടെ ജീവിതത്തെ തുടങ്ങാനും സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുതൽ കൊടുക്കുവാനും അതുപോലെ സുവിശേഷ വേല എങ്ങനെയൊക്കെ ചെയ്ത് ബീഹാർ ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ഇടയായെങ്കിൽ ഇതേപോലെ ദർശനത്തോടെ നിൽക്കുന്ന അനേകരെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ പുസ്തകം. അത് അനേകർക്ക് പ്രയോജനപ്പെട്ടതായിട്ട് വായിച്ചവരൊക്കെ പറയുകയുണ്ടായി. അതിൻ്റെ സെക്കൻഡ് എഡിഷന് വേണ്ടി ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ വേഗത്തിലായി അതും പ്രകാശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും. സെക്കൻഡ് എഡിഷന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാരംഭ സമയങ്ങളിൽ സ്കൂളുകൾ ആണ് ആരംഭിച്ചത്. തുടർന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ പ്രസന്റ്ലി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളത്, അത് എത്രത്തോളം വൈഡായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതോടെ ഒന്ന്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞല്ലോ, ഒരു സ്കൂള് അതാണ് 86 ഞങ്ങൾ ആരംഭിച്ചു. അതൊരു മുഖാന്തരമായി തീർന്നു. അതിനുശേഷം 10 വർഷം ശേഷം 3 പേര് വിശ്വാസി വന്നു. അടുത്തൊരു 6 വർഷം എന്ന് പറഞ്ഞാൽ 16 വർഷത്തെ മിനിസ്ട്രി കൊണ്ട് ഏകദേശം 200 പേരോളം വിശ്വാസി വന്നു. അതിനുശേഷം കർത്താവ് വേല വളരെ വിശാലമാക്കി. ഇന്ന് ഞങ്ങളുടേതായ മിനിസ്ട്രി ബീഹാർ, UP, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒറീസ, ഛത്തീസ്ഗഡ്, ലഡാക്ക് ഈ 7 സംസ്ഥാനങ്ങളിൽ ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി നടക്കുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ നിന്നും ഇപ്പോൾ 5 സ്കൂളുണ്ട്. അതുപോലെ നമ്മുടെ ഓർഫനേജ് എന്ന് മൊത്തം പറയാൻ പറ്റുന്നാൽ ചിൽഡ്രൻസ് ഹോം എന്ന് പറയാം. അതിന് ആൺപിള്ളേരും പെൺപിള്ളേരും നടത്തുന്ന 2 ഹോമുകളുണ്ട്. പിന്നെ നമ്മളിവിടെ ലോക്കലായിട്ട് തന്നെ ട്രെയിനിങ് കൊടുത്ത് അവരെ വിശ്വാസത്തിൽ വളർത്തിയെടുത്ത് അവരെയാണ് മിനിസ്ട്രിക്ക് വേണ്ടി അയക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ബൈബിൾ കോളേജ് നമ്മുടെ അടുത്തുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് തിയോടെക് ബൈബിൾ കോളേജ് എന്നാണ്. ഞങ്ങൾ തിയോളജി, അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പല തൊഴിലുകൾ പഠിപ്പിക്കും. അപ്പം അവർക്ക് ഫുൾ ടൈം മിനിസ്ട്രി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്കിൽ, കമ്പ്യൂട്ടറിന് ഇത് കൂടെയോ സെക്രട്ടറി ട്രെയിനിങ് ആവും, അതുപോലെ ഡ്രൈവിങ്, പലതരം ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കുന്നത് മാർക്കറ്റ് മിനിസ്റ്റേഴ്സ്. അവർക്ക് ഫുൾ ടൈം മിനിസ്ട്രി പോകാൻ പറ്റത്തില്ലെങ്കിൽ അവരെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് അതിൽ കൂടെ കർത്താവിന് വേല ചെയ്യാൻ സാധിക്കും. ആ രീതിയിലും കൂടുതൽ ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങാനുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതുപോലെ കൃഷി സ്ഥലങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ കോഴി വളർത്തൽ കൂടെ എങ്ങനെ സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാക്കി സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ സാധിക്കും. ഇങ്ങനെ പല രീതികളിലായിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ
പിന്നെ സെമിനാറുകൾ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അത് ചെയ്യുന്നില്ല, 2010 ഞങ്ങൾ 50,000 ക്രിസ്മസ് പാർട്ടികൾ ഓൾ ഓവർ ഇന്ത്യയിൽ കോർഡിനേറ്റ് ചെയ്യുകയുണ്ടായി. അത് അങ്ങനെയാണ് ഇന്ന് പല ചർച്ചുകാരും ക്രിസ്മസിന് പ്രോഗ്രാം നടത്തുന്നത്. ഞങ്ങൾ കൊടുത്ത് അത് നെയ്ബർ ഹോപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തി 35,000 പാസ്റ്റേഴ്സ് ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യയിൽ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസ് സമയത്ത് എല്ലാ ചർച്ചുകാരും പണ്ട് ചർച്ചിനകത്ത് നടത്തിക്കൊണ്ടിരുന്ന ക്രിസ്മസ് പ്രോഗ്രാം ഇന്ന് ചർച്ചിന് വെളിയിലേക്കായി. എല്ലാ ചർച്ചുകാർക്കും ക്രിസ്മസ് പ്രോഗ്രാംസുകളുണ്ട്. അതിനുള്ള ദർശനം കൊടുത്തത് ഞങ്ങളാണ്. ബീഹാറിൽ നിന്ന് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഓൾ ഓവർ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ല 35,000 പാസ്റ്റേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവം തരുന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ബിഷപ്പായിട്ടിരിക്കുന്നത് നാഷണൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഇതിലാണ്. അതൊരു പുതിയ ഉത്തരവാദിത്വം കൂടെ ഞാൻ ഏറ്റെടുത്ത് ഇന്ത്യ ലെവലിൽ ഈ മിനിസ്ട്രിക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമർപ്പിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. വെറും 3 വിശ്വാസികളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് എത്ര സഭകളാണ് ഇപ്പോൾ? നമുക്ക് 52 ചർച്ചസ് ഉണ്ട്. ഒരു 1000-ഓളം അടുപ്പിച്ചുള്ള ഹൗസ് ചർച്ചസ് ഈ സ്റ്റേറ്റുകളിലായിട്ടുണ്ട്. സ്കൂളുകൾ 5 സ്ഥലത്ത്. ഓക്കെ. തുടർന്ന് ഈ ഒരു ബിഷപ്പായിട്ട് മാറി ആ ഒരു നേതൃത്വം കൂടെ എടുക്കുമ്പോൾ എന്താണ് പുതിയതായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു വിഷൻ എന്താണ്, അതുകൂടെ ഒന്ന് പറയാം. പുതിയ ദർശനം നാഷണൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ പല ചർച്ചസും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ സ്കാറ്റേഡായിട്ട് കിടക്കുകയാണ്. അവരെ ഒന്നിച്ച് സംഘടിപ്പിച്ച് ഒരു പുതിയ ദർശനത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ് ഒരു ദർശനം. 2, അവസരങ്ങൾ കിട്ടുന്നിടത്തൊക്കെയും പോയി കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വടക്കേ ഇന്ത്യക്ക് വലിയ അവസരങ്ങളുണ്ട്. അതിൽ വന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിൽ സഹകരിക്കുകയോ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ ദർശനം. 3ാമതായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു എക്യുമെനിക്കൽ യൂണിറ്റിലേക്ക് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് അവരോട് ചേർന്ന് അത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കിക്കൊണ്ട്, പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ഒത്തിരി ആവശ്യമുണ്ട്. ആ ഒരു ഇതിലേക്ക് നീങ്ങണമെന്ന് ആണ് 3ാമത്തേതായ ഒരാഗ്രഹം, അല്ലെങ്കിൽ ബിഷപ്പ് പദം സ്വീകരിക്കുന്നതിന് മൂലമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട്. അതാണ് ഈ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് കുറച്ചുകൂടെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. പിന്നെ ഗവൺമെൻറ് മുമ്പിലും ഞങ്ങളൊരു രജിസ്റ്റേർഡ് ചർച്ച ആയതുകൊണ്ട് ഒരു റെക്കഗ്നൈസ്ഡ് ബിഷപ്പായിട്ട് മാറുന്നതുകൊണ്ട് പലയിടങ്ങളിലും അതിൻ്റെതായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം തരുന്ന ഈ കഴിവുകളും അവസരങ്ങളും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. കർത്താവിൻ്റെ വേല വളരട്ടെ, വിശാലമാകട്ടെ. നമുക്ക് തനിയെ ചെയ്യാൻ പറ്റാത്തത് അനേകരെ കൂടെ ചെയ്യിപ്പിക്കുവാൻ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ. ഭാവിയിൽ പ്രകാരം തന്നെ ഒരു കൂട്ടം ആൾക്കാരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെയും പ്രിയദേവദാസനിലൂടെയും കഴിയട്ടെ. പല ചലഞ്ചസിന്റെയും പ്രശ്നങ്ങളുടെ നടുവിലൂടെ തന്നെയാണ് ഈ പ്രവർത്തനവും ഇത്രത്തോളം ദൈവം വളർത്തിയത്, ഇത്രത്തോളം കൊണ്ടുവന്നത്. പലപ്പോഴും ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും ക്രിസ്തുവിന്റെ എന്ത് സ്വഭാവ സവിശേഷതയാണ് തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നുകൂടി ഒന്ന് വിവരിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെപ്പറ്റി നോക്കുമ്പോൾ യേശുക്രിസ്തു എല്ലാ കമ്മ്യൂണിറ്റിയിലേക്കും പോവുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ആദ്യത്തെ മെസ്സേജിനകത്ത് ഞാൻ ആ കാര്യം പറയുകയുണ്ടായി. യേശുക്രിസ്തു ഇടപെട്ടതും സംസാരിച്ചതും നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ, വലിയവർ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവർ, ബിസിനസ്, ഫിഷർമെൻ, ഫാർമേഴ്സ്. അപ്പം നമ്മൾ ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ എല്ലാ സമൂഹത്തെയും യേശുവിന് വേണ്ടതായിട്ടുണ്ട്. അവരുടെ ഇടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചും അതുപോലെ ഉപമകൾ പറഞ്ഞപ്പോൾ അപ്രകാരമുള്ള അനേക ഉപമകളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ പിൻഗാമിയായിരിക്കുമ്പോൾ നമ്മുടെ സ്വാധീനം ഒരു ചെറിയൊരു കൂട്ടം ജനങ്ങളിലേക്ക് മാത്രമായിരിക്കരുത്. സമൂഹത്തിലെ എല്ലാത്തരം ജനങ്ങളുടെ ഇടയിലേക്കും നമ്മുടെ സ്വാധീനം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെതായ ലളിതമായ ജീവിതം,
ക്രിസ്തുവിൻ്റെതായ സുവിശേഷീകരണത്തിൻ്റെ മോഡലുകൾ അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഇതാണ് രണ്ടാമതായിട്ട് ശിഷ്യന്മാരെ നിങ്ങൾ പോയി ലോകമെങ്ങും ശിഷ്യന്മാരാക്കുവിൻ. ഇന്നത്തെ ചർച്ചിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ചർച്ചുകളിലൊക്കെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഇല്ല. അത് നമ്മുടെ ചർച്ചുകളിൽ വളരെ വളരെ ആവശ്യമാണ്. വരും തലമുറ അല്ലെങ്കിൽ ഇതെന്തുവാണെന്ന് അറിയാൻ വയ്യാതെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് നടന്നിരിക്കുന്ന ആ ചലഞ്ചസ് നമ്മുടെ ഇന്ത്യയിൽ വരും. അതുകൊണ്ട് ആ ഡിസൈപ്പിൾഷിപ്പിനുള്ള ഇമ്പോർട്ടൻസ് നമ്മുടെ ചർച്ചുകളിൽ വളരെയധികമായി ശക്തികരമായി വളർത്തിയെടുക്കേണ്ടതും. ഇത്രത്തോളം നമ്മൾ തൻ്റെ ദേവദാസന്റെ അനുഭവങ്ങളും താൻ കടന്നു വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കേട്ടോണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചലഞ്ചിങ് തന്നെയാണ്. ഈ കാണുന്ന പ്രേക്ഷകരോട് പ്രിയ ദേവദാസൻ എന്താണ് ഒരു മിഷൻ ചലഞ്ച് എന്ന രീതിയിൽ കൊടുക്കാനുള്ളത്? എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം മലയാളികളായി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാ രീതിയിലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ബുദ്ധി കൊണ്ടും സാമ്പത്തികമായിട്ടും. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ എവിടെ ചെന്നാലും നമുക്ക് ഇണങ്ങിച്ചേരാനുള്ള ഒരു വിശേഷ കഴിവ് മലയാളികൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് ചന്ദ്രനിൽ ചെന്ന് നോക്കിയാൽ അവിടെ ചെല്ലുമ്പോൾ ആദ്യത്തെ ചായ വിൽക്കുന്ന ആൾ മലയാളികളാണെന്ന് പറഞ്ഞ് തമാശ പറയാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെ പോയാലും താമസിക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം യേശു ക്രിസ്തുവിനോട് യേശുവെ അവിടുന്ന് എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, എന്താ വന്ന് കാണുകയും. നമ്മൾ വടക്കേണ്ടിയെ പറ്റി എന്തോ വലിയൊരു ഭീതികരമായിട്ടൊരു സംഭവമാണ് നമ്മുടെ മനസ്സിൽ വച്ചിരിക്കുന്നത്. എന്നാൽ വടക്കേണ്ടി അങ്ങനല്ല. വടക്കേണ്ടിയുടെ മനുഷ്യ സ്നേഹികളാണ്. അവർ അതിസൽക്കാരത്തിൽ വളരെ മുൻപന്തി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളവരെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ദൈവത്തെ പോലെ അവർ സ്വീകരിക്കും. അപ്പോൾ ഈ സ്നേഹം കാണണമെങ്കിൽ നമ്മളൊന്ന് വന്ന് കണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുന്നത്, അവിടെ എവിടെയും പറഞ്ഞ് കേൾക്കുന്ന ഇതിനൊന്നും വലിയ ചെയ്തു കൊടുക്കാതെ നിങ്ങൾ സ്വയമായിട്ട് വരിക. വടക്കേണ്ടിയിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറയത്തില്ല എല്ലാവരും ഇമ്മാനുവലിലേക്ക് വരാൻ. ഇവിടെ വന്നാൽ ഞങ്ങളുടെ അടുത്ത് നല്ല വാഹന സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ ചില ടൂറിസ്റ്റ് പ്ലേസുകളും നിങ്ങളെ കൊണ്ട് കാണിക്കാം. അതോടൊപ്പം തന്നെ ചർച്ച് മിനിസ്ട്രി കൊണ്ട് കാണിക്കാം. ഞങ്ങളെല്ലാ ക്രമീകരണവും ചെയ്തു തരാം. അതേപോലെ ഇതേ താല്പര്യത്തിലുള്ള പല മിഷൻസും ഇന്ന് വടക്കേണ്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങളൊരു വർഷത്തിലൊരിക്കൽ 10 ദിവസത്തെ ലീവ് എടുത്ത് വടക്കേന്ത്യൻ മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കണം. അത് നിങ്ങളെ എവിടെ ദൈവാത്മാ നടത്തുന്നു അവിടേക്ക് വെക്കും. കാരണം ദൈവത്തിൻ്റെ രാജ്യം വളരണം, ഒരു പ്രസ്ഥാനമല്ല, ദൈവരാജ്യം വളരണം. അതുകൊണ്ട് എവിടേക്ക് പോകുന്നോ ദൈവാത്മാ നടത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ വന്ന് കാണണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. അവർ ഈ കാര്യങ്ങൾ കാണണം. എന്നെങ്കിലും നാളെ ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു താല്പര്യം അവരുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ. അപ്പം ദർശനമില്ലാത്തടത്താണ് എൻ്റെ ജനങ്ങൾ നശിച്ചു പോകുന്നത്. അപ്പോൾ ആ ദർശനം പ്രാപിക്കണമെങ്കിൽ ഇതൊക്കെ വന്ന് കാണണം. ഇവിടുത്തെ ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണം, ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യണം, ഇവിടുത്തെ മൺചട്ടിയിലെ ചായ ഒന്ന് കുടിക്കണം. അത് കുടിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ആ ചായയുടെ സ്വാദ് എന്താണെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് ആ ഭയം മനസ്സിൽ നിന്ന് മാറ്റി നാം വടക്കിന് നടക്കുന്ന കാര്യങ്ങളൊന്നും വന്ന് കാണാൻ ഇടയാക്കണം. ഇപ്പോൾ പട്നായി വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയായിരുന്നു, ഞങ്ങൾ കൽപ്പിച്ചു വന്ന ബീഹാറിനേക്കാളും 10 മടങ്ങ് ഒരു വലിയ സിറ്റിയാണല്ലോ, ഇവിടുത്തെ സിറ്റുവേഷൻ വേറെയാണല്ലോ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ വന്ന് കാണും. ഇവിടുത്തെ ജനങ്ങളുടെ ആരാധനയും സന്തോഷവും അന്ധകാരത്തിൽ കിടക്കുന്ന ജനങ്ങളും പ്രകാശത്തിൽ വന്ന ജനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണണമെങ്കിൽ നിങ്ങളോട് ഒന്ന് കണ്ടെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ആരും പറഞ്ഞത് ഫലിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസികളായ നിങ്ങൾ എവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ ഒരു മിഷൻ ട്രിപ്പ് വടക്കേണ്ടിക്ക് വേണ്ടി ചെയ്യണം. വടക്കേണ്ടി വന്ന് കാണണം. അതിന് തുടർന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കും. അത് നിങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരായാൽ ദൈവരാജ്യം വേഗത്തിൽ വിശാലമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് എങ്ങനെ നടത്തുന്നു കാര്യത്തിൽ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു മിഷൻ ട്രിപ്പ് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ 365 ദിവസത്തിൽ ഒരു 10 ദിവസം ഒരു മിഷൻ ട്രിപ്പിന് വേണ്ടി വടക്കേണ്ടിക്ക് വേണ്ടി കടന്നു വരിക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കും, ദൈവത്തോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിക്കും.
കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരാത്മീയ പ്രേരണ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. അതിനുവേണ്ടി ദൈവമായ കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും സ്നേഹത്തോടു കൂടി എൻ്റെ വാക്കുകളെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ബീഹാർ എന്ന് പറയുന്നത് മിഷണറിമാരുടെ ശവപ്പറമ്പാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പലരെയും ഇങ്ങോട്ട് വരാനായിട്ട് പലരെയും പേടിപ്പിക്കുന്നത്. എന്നാൽ ആ ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ സംബന്ധിച്ച് വ്യത്യാസമായോ, അതോ ഇപ്പോഴും ആ ഒരു പേരിന് അർഹതപ്പെട്ട സ്ഥലമാണോ ബീഹാർ? ബീഹാറിലെ റോഡുകൾ മാറി, ബീഹാറിലെ കറണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ പട്നായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏതൊരു റെസ്റ്റോറൻറ്റും ഈ പട്നായി നിങ്ങൾക്ക് ഉണ്ട് നല്ല ആഹാരം കഴിക്കാനായിട്ട്. ഏത് തരം ബഡ്ജറ്റ് ഹോട്ടലുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വാഹനങ്ങൾ, ടാക്സികൾ എല്ലാം നല്ല വാഹനങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഇവരെ വന്ന് കാണണം. രണ്ടാമതായിട്ട് നിങ്ങൾ ഇതിലൂടെയൊക്കെ നടന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നെഹമ്യാവൊക്കെ ചെയ്തതിൻ്റെ കൂട്ട് ഒരു പ്രെയർ വാക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ബീഹാറിൽ ഒരു കാര്യം നടക്കാതിരുന്ന കാലത്ത് ദൈവാത്മാവ് ഞങ്ങൾക്കതൊരു ദർശനം ഇതായിരുന്നു. ഓൾ ബീഹാറിൽ യാത്ര ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട്, എല്ലാ ബന്ധനമുള്ള സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ. 2000 ഞങ്ങൾ ആദ്യം ചെയ്തതാണ്. അന്ന് എൻ്റെ അടുത്ത് ഒരു പഴയ ജീപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. എന്നാൽ ആ യാത്രയ്ക്ക് ശേഷം ഭയങ്കരമായൊരു മാറ്റമാണ് ബീഹാറിലുണ്ടായത്. ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സുശീലക്കാരോട് ചോദിച്ചു നോക്കിയേ, മാറ്റം കാണാൻ തുടങ്ങിയതെന്താണ്? 2000 ശേഷമാണ്. കഴിഞ്ഞ ഒരു 20 വർഷമായിട്ടാണ് ബീഹാറിലെ ഈ മാറ്റങ്ങൾ കാണുന്നത്. അതിന് ആധാരമായിരുന്നത് എന്താണ്? വൺ ഓഫ് ദ റീസൺ ഈസ് ആ പ്രെയർ വാക്ക്. പ്രെയർ വാക്ക് എന്നും പറയാൻ പറ്റത്തില്ല, പ്രെയർ ഡ്രൈവ്. ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടാണ് പോയത്. അത് അപ്പോൾ നിങ്ങളിവിടെ വന്ന് സുവിശേഷം പ്രവർത്തിക്കുന്ന പാദം നിങ്ങൾ എത്ര മനോഹരമെന്നാണ്. നിങ്ങളുടെ പാദം ഇവിടെ വയ്ക്കുന്നത് അതൊരു മനോഹരമാണ്. ദൈവിക പ്രവൃത്തി വെളിപ്പെടാനുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്ന പോലെ നിങ്ങൾ കടന്നു വരണം. ബീഹാർ പേടിക്കരുത്. ബീഹാറിലെ ജനങ്ങൾ വളരെ നല്ലവരാണ്, നല്ല അതിഥി സൽക്കാരം ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം അവർ ഉണ്ടാക്കി തരും. നിങ്ങളുടെ സൽക്കരിക്കുന്ന സാമ്പാറും മോരുകറിയും ചോദിക്കരുത്. ഇവിടുത്തെ ആഹാരം കഴിക്കാനായിട്ട് വരണം. പക്ഷേ സ്വാദിഷ്ടമായ ആഹാരം അവർ നിങ്ങൾക്കുണ്ടാക്കി തരുന്നതായിരിക്കും. പിന്നെ ചില സന്ദർഭങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ അവർ കൈകൊണ്ടായിരിക്കും ചോറ് വിളമ്പി തരുന്നത്. അത് അവരുടെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണത്. അതിലൊന്നും അറപ്പൊന്നും തോന്നരുത്. അത് പറ്റത്തില്ലെങ്കിൽ ഞാൻ പറയാം, അവരോട് സ്പൂൺ കൊണ്ട് കോരിത്തരാൻ പറയാം, അവരത് ചെയ്തോളും. അപ്പോൾ ഇതൊന്നും പേടിക്കേണ്ട. ഇവിടെ വന്ന മനുഷ്യരെല്ലാവരും കൊന്നുകളെ നോക്കുന്നത് പേടിക്കാതെ. ഇവിടെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല. 13 കോടി ജനങ്ങൾ പാർക്കുന്ന ഇവിടെ ഇടയ്ക്ക് ഒരു അടിയോ പിടിയോ ഒരു കൊലയോ നടന്നു പറഞ്ഞാൽ അതൊരു സാധാരണ രീതി നടക്കുന്ന ഒരു സംഭവം എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും കേരളത്തിൽ നടക്കുന്നതിൻ്റെ 4-1 പോലും ഇപ്പം ബീഹാറിൽ നടക്കാറില്ല. അതുകൊണ്ട് ബീഹാറിനെ പറ്റി ഭയപ്പെടരുത്. ബീഹാർ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിശാലതയാണ്. ഇവിടുത്തെ റോഡുകളെല്ലാം നല്ലതാണ്. 24 hours യാത്ര ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പണ്ടത്തെ രീതിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് വരിക, ഒന്ന് കാണുക. ഞാൻ കൂടെ വരാം നിങ്ങളെ കൊണ്ടത് പോകാനായിട്ട്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ബീഹാറിലേക്കുള്ള വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ദാസനിൽ പറഞ്ഞ 2 വാക്കുകളാണ്. ഒന്നേ നിങ്ങൾ പോവുക, അല്ലെങ്കിൽ അയക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഭാഗമാകുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളെ സഹായിക്കാം, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പറ്റുന്ന സമയത്തോളം നമ്മൾ മറ്റു പല കാര്യങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ മാറ്റിവെക്കുന്ന സമയം ഈ ബീഹാറിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ, പ്രവർത്തനങ്ങളെ കാണാം. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഈ ചോസൻ ടിവിക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് പ്രത്യേകിച്ച് പ്രിയ ദേവദാസനോടുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. അതിലുപരിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവസാനമായിട്ട് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിക്ക് വേണ്ടിയും ഈ ബീഹാർ വളരെ ഫേമസ് ആണ്. നളന്ദ യൂണിവേഴ്സിറ്റി വേൾഡിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് ബീഹാറിലാണ്. ബുദ്ധമതവും ജൈനമതവും ആരംഭിച്ചത് ഇവിടെയാണ്. സിഖ് മതക്കാരുടെ 10ാമത്തെ ഗുരു, ലാസ്റ്റ് ഗുരു ജനിച്ചത് ബീഹാറിലാണ്, പട്നയിലാണ്. അപ്പം ഇത് ഒരു എഡ്യൂക്കേഷണൽ ടൂറും കൂടെ
ആയിട്ട് കുഞ്ഞുങ്ങൾക്കത് പല കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. അവരൊക്കെ ഇത് വന്ന് കണ്ട് പഠിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഹിസ്റ്ററി പഠിക്കാൻ വീക്കായ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു വളരെ പ്രചോദനമായിരിക്കും. ആകയാൽ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരിക, പേടിക്കേണ്ട, ദൈവം സൂക്ഷിക്കും. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ നല്ല വാഹനത്തിൽ നിങ്ങളെ ചുറ്റി നടത്തി കൊണ്ട് കാണിക്കാം. വരൂ, നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ ചുമല കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. ബീഹാർ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് പാറ്റ്നയുടെ പ്രാന്തപ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനും ഏതാണ്ട് 3 പതിറ്റാണ്ടിലപ്പുറമായി ഈ പ്രദേശത്ത് കടന്നു വന്ന് സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി ആളുകളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്ന വിഷയമാണ്. അദ്ദേഹത്തിന് കൂടുതലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉന്നത സ്ഥാനങ്ങൾ ലഭ്യമാകുവാൻ തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ വിളിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇമ്മാനുവേൽ മിഷൻ കാമ്പസിൽ വരുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുവാനും തക്കവണ്ണം ഇടയായി. ഇനിയും വളരെയേറെ ദൂരം അദ്ദേഹത്തിന് ഈ മേഖലയിൽ യാത്ര ചെയ്യുവാനുണ്ട്. പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യമായ മേഖലകളിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ആളുകൾ വിലമതിക്കുന്നു. ഇമ്മാനുവൽ മിഷൻ അത് ആത്മീയതയിൽ മാത്രമല്ല, സാമൂഹ്യ സേവനത്തിൽ, വിദ്യാഭ്യാസ മേഖലയിലും വളരെയധികം സ്വാധീനം ചെലുത്തി വരുന്നു. അത് സമൂഹത്തെ ഒരു വിമോചന പാതയിൽ നയിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷം എന്നുള്ള ആ വെളിച്ചം അത് പ്രകാശിപ്പിക്കുവാൻ, അത് പ്രഘോഷിപ്പിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം നൽകുന്നു. എൻ്റെയും എൻ്റെ സഭയുടെയും എല്ലാ ആശംസകളെയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. I am Suffragan Metropolitan of the Anglican Church of India and Archbishop of the Communion Evangelical Episcopal Churches. I'm so happy to be here. I do appreciate and admire the works Bishop Abraham Elevator doing here in this place. I thank Almighty God that God has got a different plan in his life. He has come all the way from Kerala to come to this place and fulfill the divine plan and purpose to bring thousands of children and souls unto Christ. It's not so easy to establish such an institution in these very remote places, especially the downtrodden areas like Bihar, Patna, places like. So it is our bound duty to uphold him in our prayer. The works what he is doing for the institute and for the people through institutions, also minority children, is running home for children the age, and also different places. Really, we all together. I give you assurance that Anglican Church of India and the Global Anglican Future Conference would come forward to uphold beloved Bishop Dr. Abraham and the entire family, the team, are all shouldering in the Lord's vineyard. May the good Lord bless our bishop and fulfill the desire of his heart and lead the people unto Christ. Amen. God bless you. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭാരത സുവിശേഷീകരണത്തിൽ ഏറ്റവും സാധ്യതയുള്ള അല്ലെങ്കിൽ മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ബീഹാറിൽ ഈ സംസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഭാരത സുവിശേഷീകരണമാണ്. ഗ്രാമങ്ങളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ സഭകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഭാരത സുവിശേഷീകരണത്തിൽ ഒരു പുതിയ കാൽച്ചുവട് പ്രത്യേകിച്ച് ബീഹാറിൻ്റെ മണ്ണിൽ പാട്നയിൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇന്ന് എബ്രഹാം ഇലവട്ട ബിഷപ്പ് ഇന്ന് ഒരു പുതിയ അഭിഷേകത്തോടെ ഈ സഭയുടെ പാട്ന ഡയസിസിൻ്റെ ബിഷപ്പായിട്ട് കോൺസെക്രേറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
അതോടൊപ്പം നമുക്കൊരുമിച്ച് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ കൈയും കോർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുവിശേഷത്തിനായിട്ട് വളരെ കാതോർത്തുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ. ധാരാളം മിഷണറിമാർ ഇനിയും നമുക്ക് ഇവിടേക്ക് വരാനുണ്ട്. ധാരാളം ഗ്രാമങ്ങൾ, യേശു എന്ന പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഈ ബീഹാറിലുണ്ട്. സോ നമ്മുടെ ആൾക്കാർ സുഖസൗകര്യങ്ങളിലും ധനത്തിലും വളരെ സേഫ് സോണിലാണ് നമ്മുടെ കേരളം. ദൈവാനുഗ്രഹത്താൽ ഭാരതത്തിൽ നിന്നും ബീഹാറിലേക്ക് മിഷണറിമാരെ, സുവിശേഷകന്മാരെ, വിശ്വാസികളെ കർത്താവ് ഇങ്ങോട്ട് വിളിക്കുക. നമുക്ക് പോകണം, ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോകണം, പ്രത്യേകിച്ച് ബീഹാറിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ പോകണം, സുവിശേഷം അറിയിക്കണം. ഇവിടെ വലിയ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങണം. ഞാൻ ഇന്ന് ചില മിഷണറിമാരോടും സുവിശേഷകന്മാരോട് സംസാരിച്ചപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ഈവൻ സൈക്കിളിലോ അല്ലെങ്കിൽ ബൈക്കിലോ പോകാൻ പോലും ഭയമാണ്. അവരുടെ വണ്ടിയിൽ ഒക്കെ പോകുമ്പോൾ അവർക്ക് ഭയമാണ് വീട്ടിലെത്തിച്ചേരുന്നത് വരെ. വഴിയിൽ എന്ത് സംഭവിക്കാം? അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന എതിർപ്പുകളും പീഡനങ്ങളും, ആവശ്യമില്ലാത്ത കേസുകൾ അവരെക്കുറിച്ച് എടുക്കുന്നതും, നീതി കിട്ടാത്ത അവസരങ്ങളും, ഒറ്റപ്പെടുന്ന അവസരങ്ങളും, അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നതും, അർഹിക്കപ്പെട്ട അംഗീകാരങ്ങളും അർഹതകളും അവർക്ക് ലഭിക്കാതെ പോകുന്നതും, ഇതെല്ലാം ഈ വേദപുസ്തകം എടുത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുന്നത് കൊണ്ടും, സുവിശേഷത്തിൻ്റെ കാഹളം അവർ നീട്ടി ഊതുന്നത് കൊണ്ടും, സുവിശേഷത്തിൻ്റെ കൊടി അവർ പാറി പറപ്പിക്കുന്നത് കൊണ്ടുമാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു വലിയ ഭാരം നമുക്കുണ്ടാകണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ബീഹാറിന് വേണ്ടി നമുക്ക് അകമഴിഞ്ഞ് സഹായിക്കണം. നമ്മളുടെ മക്കളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ചലഞ്ച് ചെയ്ത് നമുക്ക് ഇവിടേക്ക് അയക്കണം. അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് ബീഹാറിൽ വന്ന് ബഹുമാന്യനായ റൈറ്റ് റവറൻഡ് ഡോക്ടർ എളവറ്റ എബ്രഹാം മിഷണറിമാരുടെ മിഷൻ്റെയും ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ബീഹാറിൽ വന്ന് ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്ത് അനേകരെ കർത്താവിന് വേണ്ടി നേടാമെങ്കിൽ നിങ്ങൾക്കും ഇതിലുമധികം ചെയ്യുവാൻ സാധിക്കും. കേരളത്തിൽ സുഹിച്ച സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഒരു മാതൃകയാണ് ബഹുമാന്യനായ ബിഷപ്പ് എബ്രഹാം എളവറ്റ. ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്ത സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷ പ്രവർത്തകരുടെ, ദൈവദാസന്മാരുടെ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. കേരളത്തിലെ വിശ്വാസികളോട്, സുവിശേഷ പ്രവർത്തനത്തിൽ താല്പര്യരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ബീഹാർ പോലെയുള്ള ഈ സംസ്ഥാനത്ത് വന്ന് ഇവിടുത്തെ ക്രിസ്തീയ പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അനേകർക്ക് നിങ്ങളെ തന്നെ വെളിപ്പെടുത്തി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരവസരം നിങ്ങൾ പാഴാക്കി കളയരുത്. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്.